ശ്രീമതി അഞ്ജു, ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം സിനിമാ മേഖലയിലെ സകല അപജയങ്ങളും എടുത്ത് പറയുന്നുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളും അതോടൊപ്പം തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗവും ഒക്കെ എടുത്തു കാട്ടുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി നമ്മൾ ഈ ലഹരി ഉപയോഗം എന്നുള്ളതെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ വന്ന് ഇതിനെതിരെ ആഞ്ഞടിച്ച സംവിധായകന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെയുമാണ്. അവർ നിശാ പാർട്ടികളും ലഹരി പാർട്ടികളും തന്നെ നടത്തുന്നുണ്ട് എന്ന് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഗായിക വെളിപ്പെടുത്തൽ നടത്തിയത്. അവിടെയാണ് അങ്ങേയറ്റം ഗുരുതരമായ സ്വഭാവം കൈവരിക്കുന്നത്. കാരണം മറ്റ് സ്ത്രീകളൊക്കെ തന്നെ തങ്ങൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള പരാതി ഉന്നയിച്ചപ്പോൾ ഈ നിശാ പാർട്ടികളിലും ലഹരി പാർട്ടികളിലും പെട്ട ചെറിയ പെൺകുട്ടികൾ വരെയുണ്ട്. അവരൊന്നും ഒരു ആരോപണവുമായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. കാരണം അതിൻ്റെ ഗുരുതരമായ സാഹചര്യം എന്ന് പറയുന്നത് അവർ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പക്ഷേ ഇത് തുറന്നു പറയാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ മാനസികാവസ്ഥയോ തുടർ സാഹചര്യങ്ങളോ ഉണ്ടാകുകയില്ല. ആ ബലഹീനത തന്നെയാണ് ഇവർ ചൂഷണം ചെയ്തതും. അതായത് ഇവർ ഒരിക്കലും പുറത്തു വരില്ല, പൊതുസമൂഹത്തിൽ ഇത് തുറന്നു പറയില്ല, എന്നെന്നും ഇവർ ദുർബലരായി തങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ആത്മബലത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പുറത്തു തന്നെയാണോ ഇവരെ ആദ്യമേ മയക്കുമരുന്നിന് അടിമയാക്കുകയും പിന്നീട് ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്? തീർച്ചയായും ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട് രോഹിണി. അതിൽ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകാനുള്ള കാര്യം തന്നെ ഈ പറയുന്ന പ്രമുഖ സംവിധായകനെയും ഭാര്യയെയും കുറിച്ച് നമ്മൾ ഒരു ചാനലിൽ തമിഴ് ഗായിക ഒരു പരാമർശം വെച്ചാൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരാമർശം. അപ്പോൾ ആ പരാമർശം നടത്തിയപ്പോൾ ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ഈ ചാനൽ ഒഴിച്ച് മറ്റേതെങ്കിലും മാധ്യമം അതിനെക്കുറിച്ച് ഒരു ചർച്ച വെച്ചോ? ഇല്ല. കാരണം നമ്മൾ ആദ്യം തൊട്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ മലയാള സിനിമയിൽ ലഹരി ഉണ്ട് എന്നുള്ളത് ഒരു ഏറ്റവും വാസ്തവമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ഒരു വശം 2019 റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് എത്തേണ്ട അവരുടെ മുന്നിലെത്തി. അപ്പോൾ സർക്കാരിന് വ്യക്തമായിട്ട് അറിയാം ഈ മലയാള സിനിമയെ പിടിമുറുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ തന്നെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ശാപമാണ് ഇന്ന് ലഹരി. പക്ഷെ നമുക്ക് സംസാരിക്കേണ്ടത് സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ നമുക്കറിയാം ചില ചർച്ചകൾ വരുമ്പോൾ ചിലതിന് മാത്രം കൂടുതൽ പ്രാധാന്യം, എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം വരുമ്പോൾ അതിന് സെലക്റ്റീവായിട്ടുള്ളൊരു സൈലൻസ്, അതാണ് നമ്മൾ കേരളം പൊതുസമൂഹം ഇതുവരെയും കണ്ടു പോന്നിട്ടുള്ളത്. അതുതന്നെയായിരുന്നു തീർച്ചയായും നമ്മൾ ഈ ഒരു ആരോപണം, അതായത് തമിഴ് ഗായിക സുചിത്ര ഉന്നയിച്ച ആരോപണമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ കണ്ടത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തകൾ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവരെന്ത് ചെയ്തു? നോട്ട് ഫൗണ്ട് ആക്കി. കാരണം വാർത്തകളൊന്നും ഇല്ല. എന്നാൽ അതേ മാധ്യമങ്ങൾ തന്നെ ഇന്ന് കേസ് കൊടുത്ത് റിമാക്കല്ലിങ്കൽ കേസ് കൊടുത്തത് വാർത്തയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ നോക്കൂ, അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, അവർ നമുക്ക് നേരിനൊപ്പം നടക്കുന്നു എന്ന് പറയുന്ന കുറേ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളത്? ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ല. ഫണ്ടിങ് അല്ലെങ്കിൽ അപ്പോൾ ഇവരാരൊക്കെ ഇനി മറ്റൊരു ചോദ്യം രോഹിണി ചോദിച്ച മറ്റൊരു പ്രസക്തമായിട്ടൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണം, ലഹരിക്ക് അടിമയാക്കിയിട്ടുള്ള ലൈംഗിക ചൂഷണമായിരിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. കാരണം അതിൽ പ്രസക്തമായിട്ടുള്ള പല ഭാഗങ്ങളും കീറിക്കളഞ്ഞ ശേഷമാണ്, മാറ്റിയ ശേഷമുള്ള മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സമൂഹം പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ ധൈര്യത്തിൽ വൻ വെളിപ്പെടുത്തലുകൾ ഉണ്ടായെന്ന്. ഈ വെളിപ്പെടുത്തലുകളുടെ ഒരു നോക്കിക്കഴിയുമ്പോൾ തന്നെ എന്താണ് LKG കുറച്ച് ആരോപണങ്ങളൊക്കെ തന്നെയും തീരെ ഒരു വ്യക്തി വൈരാഗ്യം വെച്ചിട്ടുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേസൊക്കെ നടക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു എനിക്ക് ലഹരി തന്ന് മയക്കി അങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണമൊന്നും ആരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഇപ്പോൾ വന്ന വെളിപ്പെടുത്തലുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ശരിക്കുമുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അകത്തുള്ള വെളിപ്പെടുത്തലുകളിൽ തീർച്ചയായിട്ടും ലഹരി നൽകി അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവാം. അത് ഈ സർക്കാർ 4 വർഷം അത് അടയിരിക്കുകയായിരുന്നു. കാരണം അതിനുശേഷം നമുക്കറിയാം 2019 റിപ്പോർട്ട് പൂർത്തിയായി. സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ല. AK ബാലൻ അദ്ദേഹം പറഞ്ഞിരുന്നു സെറ്റുകളിലൊക്കെ പരിശോധന നടത്തും, ഒന്നും നടത്തിയിട്ടില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണല്ലോ. അതോടൊപ്പം തന്നെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചർച്ച അല്ലെങ്കിൽ എന്ത് വാർത്ത വന്നു കഴിഞ്ഞാലും മുഖ്യധാരാ മാധ്യമങ്ങൾ തൊട്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അത് മറ്റേതിലെങ്കിലും ട്രാക്ക് മാറ്റും. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ബ്രോഡാഡി സിനിമയായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അവിടെ ഒരു ലൈംഗിക ആരോപണം വന്നത് ലഹരി കൊടുത്ത് മയക്കി ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഗൗരവമായിട്ടുള്ളൊരു ആരോപണം വന്നിരുന്നു. അതിനെക്കുറിച്ച്
ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്തോ? പക്ഷെ അപ്പോഴും എല്ലാ മാധ്യമങ്ങളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചർച്ച ചെയ്തത് വാതിലിൽ മുട്ടിയ ആ ഒരു കഥയ്ക്ക് പിന്നാലെയാണ് പോയത്. ആര് മുട്ടി, എന്ത് മുട്ടി, അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് പിന്നിൽ വന്നപ്പം കടന്നു പിടിച്ചു, ആ രീതിയിലുള്ള കുറെ കൂടെ എന്താണ്, ഇതൊന്നും ഗൗരവമല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഏറ്റവും ഗൗരവമായിട്ടുള്ള ലഹരി കൊടുത്ത് മയക്കിയ ശേഷം പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ചൂഷണം ഭയക്കുന്നുണ്ടാവാം ആരെയൊക്കെയോ. കാരണം നോക്കൂ, മുഖ്യധാര മാധ്യമങ്ങളെ ഭയപ്പെടുത്തിയ വാർത്തകൾ അവർക്ക് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ബ്ലാക്ക് മെയിലിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാവാം. ഈ കുട്ടികൾക്ക് മയക്കുമരുന്നും അതൊക്കെ കൊടുത്തിട്ട് അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത ശേഷം നഗ്നചിത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ടാവാം, ഭയക്കുന്നുണ്ടാവാം. വൻ സ്രാവുകളാണ് ഇതിൻ്റെ പിന്നിൽ. ഇനി നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ ഈ സംവിധായകൻ്റെ കാര്യം നമുക്ക് എടുക്കാം. സംവിധായകൻ ഇദ്ദേഹം ഒരു മുഖ്യധാര സിനിമകളിലേക്ക് വരുന്നത് 2010-ലാണ്. 2010 വന്നു. അന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാനായിട്ട് ഒരു സമൂഹം കാത്തിരിപ്പുണ്ടായിരുന്നു. കാരണം അത്രയും നല്ലൊരു 1-2 സിനിമകളൊക്കെ പറയുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയാനൊരു കാര്യമുണ്ട്. ഇയാളുടെ ട്രാക്ക് എന്ന് തൊട്ട് മാറിയെന്നും കൂടെ നമുക്ക് നോക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമ, ഈ പ്രമുഖ നടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സിനിമ ഉണ്ടല്ലോ, 22 ഫീമെയിൽ കോട്ടയം. ഈ ഒരു സിനിമയിലൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്, അല്ലെങ്കിൽ ഡ്രഗ് മാഫിയ എങ്ങനെയാണ് ഒരു പെണ്ണിനെ ട്രാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ളൊരു സിനിമ എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്നിട്ട് പിന്നീട് കൃത്യമായിട്ടൊരു അജണ്ട അങ്ങോട്ട് സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്ത് പിന്നീടുള്ള സിനിമകളിലൊക്കെ വിഭാഗീയത കൊണ്ടുവരികയാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എല്ലാ സിനിമകളും എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കൊണഷ്ടൊപ്പിച്ചിട്ടുള്ളൊരു ഇതായിരിക്കാം. അത് കഥാപാത്രത്തെ കൊണ്ടോ അങ്ങനെയുള്ള ഒരു വിഭാഗീയത കൊണ്ടുവരണം. അതിൽ ആദ്യം ഒരു ജാതീയത കൊണ്ടുവന്നു. മതത്തിൻ്റെ അല്ലായിരുന്നു ആദ്യം കൊണ്ടുവന്നത്, സവർണ അവർണൊരു രീതിയിലുള്ള ഒരു സ്പ്ലിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പിന്നീട് അങ്ങനെ ഒരു സിനിമ എടുത്ത ഒരു സംവിധായകൻ്റെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോറിഫിക്കേഷനായി മാറി. ഗ്ലോറിഫിക്കേഷൻ ഇൻ ദ സെൻസ് ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ, നമ്മൾ അതൊക്കെ പറയേണ്ടി വരും. ആ സിനിമയിൽ 4 സൗഹൃദങ്ങളെ കാരണം അന്ന് ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങൾ വന്നപ്പോൾ അവസാനം ആ സിനിമ എന്ത് രീതിയിലാണ് എൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഹൃദങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ആ സിനിമയിൽ കൃത്യമായിട്ടും നമുക്കറിയാം ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ കഞ്ചാവ് കൃഷി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലൊപ്പം തന്നെ നമ്മളിപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ചർച്ച ചെയ്യണം. മലയാള സിനിമ ശരിക്കും ഡ്രഗ് മാഫിയക്കെതിരെ ശക്തമായിട്ടുള്ള ചലച്ചിത്രങ്ങൾ എടുത്തൊരു നമ്മുടെ നമുക്കറിയാം ഈ ഒരു ഹിപ്പി സംസ്കാരം തൊട്ടൊക്കെയാണ് മലയാള സിനിമയും അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു ഡ്രഗ്, അതിന് മുമ്പ് മദ്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഡ്രഗ്സ് എന്നുള്ള രീതിയിലുള്ള സിനിമകളൊക്കെ വന്നു തുടങ്ങിയിട്ട് പ്രണാമം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഇരകൾ 86-കളിലെ ഒരു ഇരകൾ എന്നുള്ള സിനിമ. ഇതൊക്കെ കാണിച്ചിട്ടുള്ള എന്താണ്, സമൂഹത്തിൽ നമ്മൾ മയക്കുമരുന്നിന് അടിമയായി പോയാൽ ഈ സമൂഹത്തിന് എന്ത് സംഭവിക്കും, അതിൻ്റെ ആൾക്കാർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള സിനിമകൾ എടുത്തിട്ടുണ്ട്. അത് ഏകലവനായിക്കോട്ടെ, പിന്നീട് നമുക്കറിയാം എല്ലാ സിനിമകളും അല്ലേ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരു 2010-ന് ശേഷം ഒരു ന്യൂജൻ വേവ് സിനിമകളെ മാറി, അതായത് സിനിമകൾ തന്നെ മാറി ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പം ലഹരിക്ക് അമിത പ്രാധാന്യം. ഇതൊക്കെ പാർട്ട് ഓഫ് എ ലൈഫാണ്. കാരണം നമ്മൾ പറയുമ്പോൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട്, കാരണം മൈ ബോഡി മൈ റൂൾ എന്നുള്ള രീതി ഒരു കൺസെപ്റ്റ് വെച്ച് സിനിമ സെറ്റ് ചെയ്യുന്നു. അത് ഫാമിലിക്കൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഇതൊക്കെ സൊസൈറ്റിയിൽ നമ്മൾ കാണേണ്ടതാണ്. സിനിമ എന്ന് പറയുമ്പോൾ തന്നെ സൊസൈറ്റിയിൽ കാണുന്നതിൻ്റെ ഒരു പരിച്ഛേദമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലോറിഫിക്കേഷൻ തുടങ്ങി. സിനിമകളിൽ തന്നെ നായക കഥാപാത്രം ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന മദ്യം, ഇതൊക്കെ ഒരു ഗ്ലോറിഫൈ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്നത് അത്തരം സിനിമകളാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പണമ്പാടി സിനിമയായ മഞ്ഞുമ്മൽ ബോയ്സ്. അതിനെതിരെ തമിഴ്നാട്ടിൽ ഒരു എഴുത്തുകാരനൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ കള്ള് കുടിച്ച് അല്ലെങ്കിൽ അങ്ങനെ അർമാദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൂർ പോവുക, അങ്ങനെ ആ രീതിയിൽ. അപ്പോൾ സമൂഹത്തിൽ ഒരു എന്താ പറയുക, തുടക്കത്തിൽ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊരു സന്ദേശം കൊടുത്തിരുന്ന അതേ മലയാള സിനിമ ട്രാക്ക് മാറി ഓടി ഇപ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ലെവലിൽ എത്തി. വളരെ ബോധപൂർവം തന്നെ ഇതിന്റെ ഉപയോഗം എങ്ങനെ വ്യാപിപ്പിക്കാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെയും നിർഭാഗ്യവശാൽ ഇത്തരം ആളുകൾ പ്രതിരോധിക്കാൻ കണ്ടെത്തുന്ന മാർഗം എന്ന് പറയുന്നത് ഇത് കലയാണ്, കലയുടെ സ്വതന്ത്ര ആവിഷ്കാരമാണ്, വേണമെന്നുള്ളവർ കണ്ടാൽ മതി എന്നൊക്കെയാണ്. പക്ഷേ ഇത് ഒരു തരത്തിൽ വളരെ ബോധപൂർവം കൃത്യമായ ഒരു വിഷലിപ്തമാക്കുന്ന, സമൂഹത്തിലേക്ക് വിഷം കുത്തിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്.